നമസ്കാരം. ജൂൺ മാസം ആരംഭിക്കുവാൻ ഇനി അധികം ദിവസങ്ങളില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ജൂൺ മാസത്തിലെ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് അത്ര ശുഭകരമല്ല കാര്യങ്ങൾ എന്ന് പറയാം. ചില ദോഷകരമായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുക, ഏതെല്ലാം നക്ഷത്രക്കാരാണ് ഈ മാസം ശ്രദ്ധ പുലർത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. സമ്പൂർണമായ ജൂൺ മാസത്തിലെ ഫലം ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. ആ വീഡിയോ കൂടി കാണുവാൻ ഏവരും ശ്രമിക്കുക. വിശേഷാൽ മാസാദ്യ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ നക്ഷത്രം മകീരം നക്ഷത്രമാകുന്നു. മകീര നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഈ ജൂൺ മാസത്തിൽ ആദിത്യൻ നിങ്ങൾക്ക് അനുകൂല ഭാവത്തിലല്ല. അതിനാൽ തന്നെ ചില പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. പ്രധാനമായും ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം സമ്മർദ്ദങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നതാകുന്നു. പല കാര്യങ്ങളും ഏതൊരു വ്യക്തിക്കും അനുകൂലമാണ് എന്ന് വിചാരിക്കുകയും അത് പ്രതികൂലമായി ഭവിക്കുകയും ചെയ്യാം. ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും അതിൽ ഭാഗ്യം തുണയ്ക്കുവാനുള്ള സാധ്യത പൊതുവെ അല്പം കുറവായിരിക്കും എന്ന കാര്യവും ഓർക്കുക. പല വ്യക്തികളുമായി ഭിന്നതകൾ ഉടലെടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് അന്യനാട്ടിലേക്ക് പോകേണ്ടതായി വരാം. ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത് അപ്രസക്തമായ കാര്യങ്ങളായി മാറാം. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സമയവും ഊർജവും നിങ്ങൾക്ക് ചെലവഴിക്കപ്പെടേണ്ടതായി വരും. നഷ്ടങ്ങൾ സംഭവിക്കും. അതിനാൽ ഈ സമയം നഷ്ടമാകും എന്നതാണ് വാസ്തവം. അതിനാൽ ഏത് കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോഴും ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മുൻപോട്ട് പോവുക. മംഗളകർമ്മങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ അല്പം നീണ്ടുപോകുവാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വാങ്ങുവാനോ അല്ലെങ്കിൽ നേടിയെടുക്കുവാനോ തടസ്സങ്ങൾ നേരിട്ടു എന്ന് വരാം. ധനനഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ചെലവ് ക്രമാതീതമായി വർദ്ധിക്കുവാനുള്ള സാധ്യത അല്പം കൂടുതലാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾ ചെലവിന്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. കൂടാതെ ആരോഗ്യ കാര്യത്തിലും ശ്രദ്ധ പുലർത്തണം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. വാഹനം, അതേപോലെ തന്നെ ജലം, തീ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അഥവാ അഗ്നി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപകട സാധ്യതകൾ കൂടുതലാകുന്നു. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. ഇവർ പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭഗവാന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുക. ഒപ്പം ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കൂടി നടത്തുക. നിത്യവും പഞ്ചാക്ഷരി മന്ത്രവും അതേപോലെ തന്നെ മൃത്യുഞ്ജയ മന്ത്രവും ജപിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാകുന്നു. തിരുവാതിര നക്ഷത്രക്കാർക്കും പൊതുവെ ശുഭകരമല്ല സമയം എന്ന് പറയാം. കാരണം 12ാം ഭാവത്തിലെ ഗ്രഹബാഹുല്യം സൂചിപ്പിക്കുന്നത് ശക്തമായ ആത്മസംഘർഷങ്ങളും മറ്റ് പല രീതിയിലുള്ള ദോഷകരമായ ഫലങ്ങളുമാകുന്നു. നടക്കും എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കണം എന്നില്ല. ബിസിനസ് പരമായോ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടോ നഷ്ടങ്ങൾ സംഭവിക്കാം. അനുകൂലമായ കാര്യങ്ങൾ പ്രതികൂലമാകാം. ചെലവുകൾ വർദ്ധിക്കാം. വരവ് കുറയാം. അതിനാൽ തന്നെ അത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. കൂടാതെ തർക്കങ്ങൾ, അത് സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടോ കുടുംബവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ടോ ഉടലെടുക്കുവാനുള്ള സാധ്യതകളുണ്ട്. തടസ്സങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. ഏതൊരു പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കാത്തതായ അവസ്ഥ അല്ലെങ്കിൽ അല്പം തുണയ്ക്കുന്നതായ അവസ്ഥ വന്നു ചേരാം. വളരെയധികം ശ്രമകരമായ കാര്യങ്ങൾ ഓരോ കാര്യവും നടത്തിയെടുക്കുവാൻ നിങ്ങൾ ചെയ്യേണ്ടതായി വരും. ഊഹക്കച്ചവടത്തിൽ നിന്നും ബിസിനസ്സിൽ നിന്നും പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ വന്നു ചേരണം എന്നില്ല. ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും തടസ്സങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം സന്തോഷകരമായ നിമിഷങ്ങൾ അല്പം കുറയുന്നതാകുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് ടെൻഷനുകൾ വർദ്ധിക്കാം. കൂടാതെ ഈ സമയം ആരോഗ്യ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തണം. വാഹനം, തീ അഥവാ അഗ്നി, ജലം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധ പുലർത്തുക. ഇത്തരം അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ഈ സമയം പ്രത്യേകിച്ചും പരമശിവനെ നിങ്ങൾ ആരാധിക്കുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭഗവാന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുക. കൂടാതെ നിത്യവും മൃത്യുഞ്ജയ മന്ത്രവും പഞ്ചാക്ഷരി മന്ത്രവും ജപിക്കുക. ശുദ്ധിയോടെ ജപിക്കണം. ശിവക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച
ഭസ്മം അണിയുന്നതും കൂടാതെ ശിവക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച ഭസ്മം കയ്യിൽ കരുതുന്നതും ഏറ്റവും ശുഭകരമാണ്. തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാകുന്നു. ചിത്തിര നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ സമയം അനുകൂലമല്ല എന്ന് പറയാം. ഈ മാസം നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. പ്രത്യേകിച്ചും അധ്വാനഭാരം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ദുർഘടമായ പല ദൗത്യങ്ങളും നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടതായി വരാം. തൊഴിൽ തേടുന്നവരാണ് എങ്കിൽ അല്പം കൂടി നിങ്ങൾ കാത്തിരിക്കേണ്ടതായി വരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പലതരം വെല്ലുവിളികൾ നിങ്ങൾക്ക് വന്നു ചേരാം. കൂട്ടുകച്ചവടവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം കാലതാമസം നേരിട്ടു എന്ന് വരാം. ധനപരമായ ചെറിയ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. എന്നിരുന്നാൽ പോലും ചെലവ് ക്രമാതീതമായി വർദ്ധിക്കാം. അതിനാൽ ധനപരമായ വിചാരിച്ച ഉയർച്ച വന്ന് ചേരണം എന്നില്ല. മക്കളുടെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന അവ്യക്തത നീങ്ങുവാൻ സാധിക്കും എന്നത് ശുഭകരമായ കാര്യമാകുന്നു. എന്നാൽ ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഭാഗ്യം പൂർണ്ണമായും തുണയ്ക്കണം എന്നില്ല. ഗ്രഹങ്ങളുടെ അനിഷ്ടസ്ഥിതി തുടരുകയാൽ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. ആരോഗ്യം, യാത്ര തുടങ്ങിയ കാര്യങ്ങളിലും ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. ജലം, വാഹനം, അഗ്നി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. കൂടാതെ ആരോഗ്യപരമായ കാര്യങ്ങളിലും ശ്രദ്ധ നിങ്ങൾ പുലർത്തണം. ഈ സമയം പൊതുവെ നിങ്ങൾക്ക് അത്ര ശുഭകരമല്ല. അതിനാൽ തന്നെ ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. അതല്ല എങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായി ഭവിക്കും. പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പരമശിവനെ പൂജിച്ച ഭസ്മം നിത്യവും അണിയുന്നതും ഭസ്മം കൂടെ കൊണ്ടു നടക്കുന്നതും, അതായത് ഒപ്പം കൊണ്ടുപോകുന്നതും ഏറ്റവും ശുഭകരമാണ്. കൂടാതെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുക. നിത്യവും മൃത്യുഞ്ജയ മന്ത്രവും പഞ്ചാക്ഷരി മന്ത്രവും ജപിക്കുവാൻ മറക്കാതിരിക്കുക. കുളി കഴിഞ്ഞ് ശിവക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്ന ഭസ്മം അണിയുന്നതും ശുഭകരമാകുന്നു. ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കൂടി നടത്തി മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അനിഴ നക്ഷത്രമാകുന്നു. അനിഴ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതായ ഒരു സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ആദിത്യൻ 7-ലും 8-ലുമായി സഞ്ചരിക്കുന്നത് കുറച്ചൊക്കെ നിഷ്പ്രയോജന യാത്രകൾക്കും ശാരീരികമായ ബുദ്ധിമുട്ടുകൾക്കും ക്ലേശങ്ങൾക്കും വഴിവയ്ക്കും എന്ന കാര്യം ഓർക്കുക. മറ്റ് അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ തടസ്സങ്ങൾ വന്നു ചേരാം. എന്നാൽ ജൂൺ ആദ്യവാരത്തിന് ശേഷം വ്യാഴം അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതാകുന്നു. അതിനാൽ തന്നെ ചില നേട്ടങ്ങൾ ഈ സമയം പ്രതീക്ഷിക്കാവുന്നതാകുന്നു. അതുവരെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ചൊവ്വ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാൽ എതിർപ്പുകളെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. എന്നാൽ ജൂൺ ആദ്യവാരം നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തുക. ധനപരമായ പ്രയാസങ്ങൾ, ചെലവുകൾ ക്രമാതീതമായി ഉയരുക തുടങ്ങിയ പ്രശ്നങ്ങൾ വന്നു ചേരാം. പല വ്യക്തികളുമായി തർക്കങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. തീർച്ചയായും ശിവക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച ഭസ്മം കയ്യിൽ കൊണ്ട് നടക്കുന്നതും കൂടാതെ നിത്യവും ഈ ഭസ്മം അണിയുന്നതും ഏറ്റവും ശുഭകരമാണ്. ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക. ധാരയും പിൻവിളക്കും നടത്തുക. കൂടാതെ ശിവക്ഷേത്രത്തിൽ പൂജിച്ച് കൊണ്ടുവന്ന ഭസ്മം നിത്യവും അണിയുക. കൂടാതെ മൃത്യുഞ്ജയ മന്ത്രവും പഞ്ചാക്ഷരി മന്ത്രവും നിത്യവും ജപിക്കുക. കൂടാതെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കൂടി നടത്തുക. ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾക്ക് ഒരു പരിധിവരെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റൊരു നക്ഷത്രം ചതയം നക്ഷത്രമാകുന്നു. ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആദിത്യൻ 4, 5 ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു. ഇതിനാൽ ദേഹമന ക്ലേശങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാകുന്നു. തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കാലതാമസം നേരിടാം. കൂടാതെ ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കണം എന്നില്ല. ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് പലതരം വെല്ലുവിളികൾ നേരിടേണ്ടതായി വരാം. കൂടാതെ കാര്യ തടസ്സങ്ങൾ വന്നു ചേരും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉചിതമല്ല സമയം എന്ന കാര്യവും ഓർക്കുക. കൂടാതെ തെറ്റായ പ്രവണതകൾ
നിങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാനും അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ തെറ്റായ പ്രവണത അത് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് മൂലം എതിർപ്പുകൾ വന്നു ചേരുവാനും സാധ്യത കൂടുതലാകുന്നു. ഈ സമയം ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക. വാഹനം, അഗ്നി, അതേപോലെ ജലം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. കൂടാതെ ഈ സമയം തൊഴിൽ പ്രശ്നങ്ങൾ വന്നു ചേരുവാനും സാധ്യത കൂടുതലാകുന്നു. ധനപരമായ നഷ്ടങ്ങൾ സംഭവിക്കുക, കൂടാതെ ചെലവുകൾ ക്രമാതീതമായി വർദ്ധിക്കുക തുടങ്ങിയ പ്രശ്നങ്ങളും വന്നു ചേരാം. കുടുംബവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾക്കും മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം പഞ്ചാക്ഷരി മന്ത്രം നിത്യവും ജപിക്കുന്നതും മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതും ശുഭകരമാണ്. ശിവക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച് കൊണ്ടുവന്ന ഭസ്മം അണിയുന്നതും കയ്യിൽ കരുതുന്നതും ഏറ്റവും ശുഭകരമാണ്. കൂടാതെ ഈ സമയം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുന്നതും അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി രക്തപുഷ്പാഞ്ജലി നടത്തുന്നതിലൂടെ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന ശത്രുദോഷങ്ങളെ പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാകുന്നു. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മരാശിയിലും 12-ലും 2-ലും രാഹു, ശനി, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിനാൽ കരുതൽ വേണ്ട സമയമാണ് എന്ന് പറയാം. വാക്കിലും കർമ്മത്തിലും ചിന്തിക്കേണ്ട അഥവാ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട സമയമാകുന്നു. ഇവിടെ വൈകാരികമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പാടുള്ളതല്ല. നിങ്ങൾക്ക് പലവിധ ക്ലേശങ്ങൾക്കും കാരണമായി തീരും. ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്നവർക്ക് ധനപരമായ തടസ്സങ്ങൾ വന്നു ചേരാം. കുടുംബത്തിൽ സമാധാനം പുലരുവാൻ സാധ്യത ഉണ്ട് എങ്കിലും പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടതായി വരാം. പല രീതിയിലുള്ള അപകടങ്ങൾ വന്നു ചേരാം. അഗ്നി, വാഹനം, ജലം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ സമയം അപകടങ്ങൾ വന്നു ചേരാം. ആരോഗ്യ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തണം. ഈ സമയം പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം തുണയ്ക്കാത്തതായ ഒരു സമയമാകുന്നു. അതിനാൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങൾ വന്നു ചേരാം. ശരിയായ സമയത്ത് നടക്കണം എന്നില്ല. ഈ സമയം ഏറ്റവും ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള സമയമാകുന്നു. അതിനാൽ തീർച്ചയായും നിങ്ങൾ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ശിവക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച ഭസ്മം വീടുകളിൽ കൊണ്ടുവരുന്നതും നിത്യവും അണിയുന്നതും കയ്യിൽ കരുതുന്നതും ശുഭകരമാണ്. കൂടാതെ ഈ സമയം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുവാൻ മൃത്യുഞ്ജയ മന്ത്രവും പഞ്ചാക്ഷരി മന്ത്രവും ജപിക്കുക. ശിവക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചത് എന്നുദ്ദേശിക്കുന്നത് ശിവക്ഷേത്രത്തിൽ വച്ചിട്ടുള്ളതായ ഭസ്മം വീടുകളിൽ കൊണ്ടുവരണം എന്നതാകുന്നു. ഈ കാര്യം പ്രത്യേകം ഏവരും ഓർത്തിരിക്കുക. കൂടാതെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പ്രത്യേകിച്ചും ദേവിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക. പരമശിവന് ധാരയും പിൻവിളക്കും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും നടത്തി പ്രാർത്ഥിക്കുന്നതിലൂടെ ഇത്തരം ദോഷങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് ഒരു പരിധിവരെ സാധിക്കും എന്ന് തന്നെ പറയാം.